ഇൻഫോസ്പെയറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വിവോ IQ ഫോണുകളാണോ ഉപയോഗിക്കുന്നത്? ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് നടക്കുന്നത് വൻ സൈബർ തട്ടിപ്പ്. വിവോ IQ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരെ ലക്ഷ്യമിട്ട് വൻ സൈബർ തട്ടിപ്പ് നടക്കുന്നതായി കേരള പോലീസിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒറിജിനൽ OS അപ്ഡേറ്റ് എന്ന വ്യാജേന അയക്കുന്ന സന്ദേശങ്ങൾ വഴി മൊബൈൽ ഫോണുകളിൽ മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഉപയോക്താക്കളുടെ ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തുന്നതാണ് തട്ടിപ്പിൻ്റെ രീതി. വിവോ IQ സീരീസിലെ ഫോണുകളിലാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത്. രാജ്യവ്യാപകമായി തട്ടിപ്പുകൾ നടക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് രാജ്യത്ത് നടക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടെ അടിയന്തിരമായി സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുക എന്ന തരത്തിലുള്ള പോപ്പപ്പ് സന്ദേശങ്ങൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. ഇതിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഔദ്യോഗിക അപ്ഡേറ്റിന് പകരം മാൽവെയർ അടങ്ങിയ APK ഫയലുകൾ ഡൗൺലോഡ് ആകുന്നു. ഇതോടുകൂടി പരിപൂർണമായി തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലായിരിക്കും നമ്മുടെ ഫോൺ. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഫോണിൻ്റെ നിയന്ത്രണം തട്ടിപ്പുകാർക്ക് ലഭിക്കുകയും ക്യാമറ, നമ്മുടെ ഫോട്ടോകൾ, മൈക്രോഫോൺ, SMS, അതുപോലെ കോൺടാക്റ്റ് വിവരങ്ങൾ, അതുപോലെ നമ്മുടെ അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ചോർത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടാനാണ് സംഘം ലക്ഷ്യമിടുന്നത്. സെറ്റിംഗ്സ് മെനുവിലെ സിസ്റ്റം അപ്ഡേറ്റ് വഴിയല്ലാതെ ബ്രൗസർ വഴിയോ മെസ്സേജുകൾ വഴിയോ വരുന്ന അപ്ഡേറ്റ് ലിങ്കുകളിൽ ഒരു കാരണവശാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. ഫോൺ ബ്ലോക്ക് ചെയ്യുമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ കണ്ടാൽ അവ പൂർണ്ണമായും അവഗണിക്കുക. ഫോണിലെ ഇൻസ്റ്റാൾ ഫ്രം അൺനോൺ സോഴ്സസ് എന്ന ഓപ്ഷൻ എപ്പോഴും ഓഫ് ചെയ്തു വെക്കുക. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഫോണിലെ ഇൻസ്റ്റാൾ ഫ്രം അൺനോൺ സോഴ്സസ് എന്ന ഓപ്ഷൻ എപ്പോഴും ഓഫ് ചെയ്തു വെക്കുക. വിശ്വസനീയമായ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ മാത്രം ഫോണിൽ ഉപയോഗിക്കുക. അബദ്ധവശാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ ഇൻ്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കുക. ഫോൺ സുരക്ഷാ ആപ്പുകൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് അജ്ഞാതമായ ആപ്പുകൾ നീക്കം ചെയ്യുക. ബാങ്കിംഗ്, സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ മറ്റൊരു സുരക്ഷിതമായ ഉപകരണം ഉപയോഗിച്ച് ഉടൻ തന്നെ മാറ്റുക. സാമ്പത്തിക തട്ടിപ്പിനിരയാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന ദേശീയ സൈബർ ക്രൈം പോർട്ടലിലോ പരാതി നൽകണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയോ ചെയ്യരുത് എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.